ഇന്നത്തെ റെസിപ്പി മലായി കേക്ക് എന്നാണ് പേരെന്നുണ്ടെങ്കിലും നല്ലൊരു ഡെസേർട്ട് ഒരു പുഡിങ്ങാണിത്. നമുക്ക് തണുപ്പിച്ചിട്ടാണ് ഇത് സെർവ് ചെയ്യേണ്ടത്. അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെലൈക്കണ് നിൽക്കുമ്പം ഓൾ എനേബിൾ ചെയ്യുക. അപ്പോഴാണ് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുക. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് പാൽപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് മെയ്ഡില്ലേ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 3 ഏലക്കായ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പഞ്ചസാരൻ്റെ കൂടെ ആണ് പൊടിച്ചത്, അതുകൊണ്ടാണ് അങ്ങനെ പഞ്ചസാരപ്പൊടി വന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പാൽ കുറുക്കിയെടുക്കുക. ഒരു പകുതി ആവുന്നത് വരെ പാൽ കുറുക്കിയിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി കേക്ക് ട്രേ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നിങ്ങനെ തട്ടിക്കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും മൈദപ്പൊടി ആവാൻ വേണ്ടി എക്സ്ട്രാ ഉള്ള മൈദപ്പൊടി ഒരു പാത്രത്തിലേക്ക് തട്ടി ഒഴിവാക്കാം. ഇനി കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി 1 കപ്പ് ഫ്രഷ് ക്രീം ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ക്രീം മുകളിൽ പുറത്താണ് തേക്ക് കേക്കിൻ്റെ, ഇത് ക്രീം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി അതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി 2 മുട്ട പൊട്ടിച്ചിട്ട് വേറെ ബൗളിലേക്കാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത്. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്താലും മതി. ഞാൻ വേറെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് 2 മുട്ട പൊട്ടിച്ചതും കുറച്ച് ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതാണ് മുട്ട. ഇനി ഇത് കുറച്ചായിട്ട് ഈ മുട്ട കുറച്ചായിട്ട് നമ്മൾ ഫ്രഷ് ക്രീമും പഞ്ചസാരൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒന്നായിട്ട് ഒറ്റയടിക്ക് ചേർക്കരുത്, കുറച്ചായിട്ട് ചേർത്തിട്ട് മെല്ലെ ഒരു വിസ്കോണ്ടോ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഭയങ്കരമായിട്ട് കുത്തി ഉടച്ച് കഴിഞ്ഞാൽ കേക്ക് ഹാർഡായി പോവും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 3-4 പ്രാവശ്യം അരിച്ചിട്ട് ചേർക്കുക. അപ്പോഴാണ് നല്ല സോഫ്റ്റ് കേക്ക് കിട്ടുക. എന്നിട്ട് ഇങ്ങനെ മെല്ലെ ഇത് യോജിപ്പിക്കുക. കുറച്ചായിട്ട് യോജിപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ. മൈദ കുറച്ച് ഇട്ടിട്ടാണ് യോജിപ്പിക്കേണ്ടത്, ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കരുത്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഈ ബാറ്റർ ഉണ്ടാക്കിയ ഉടനെ തന്നെ അത് പാനിലേക്ക് ഒഴിച്ച് പെട്ടെന്ന് ബേക്ക് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ മുട്ടൊക്കെ താഴ്ന്നു പോവും. എന്നിട്ട് ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 370 ഫാരൻഹീറ്റിൽ ഒരു 3/4 മണിക്കൂർ ബേക്ക് ചെയ്ത് ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക ഒരു ഫോർക്ക് കൊണ്ട്. ഇനി നമ്മൾ മലായി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം മാത്രം സെർവ് ചെയ്യുക. സെർവ് ചെയ്യുമ്പോഴും ഓരോ പീസ് എടുത്ത് അതിൻ്റെ മുകളിലേക്കും മലായി ഒഴിച്ച് കൊടുക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. പിന്നെ ഏത് കേക്ക് ഉണ്ടാക്കുമ്പോഴായാലും എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലുള്ളതാവണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടെ മുട്ട ഒന്നും എടുക്കരുത്. പിന്നെ ഇത് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ കേക്കിൻ്റെ ഒരു ടെക്സ്ചർ അല്ല, ഒരു സ്പോഞ്ചി അല്ല, ഒരു പുഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.